എല്ലാ സീറ്റുകളിലും കടുത്ത മത്സരമായിരുന്നു. ഈസി വാക്ക് ഓവർ ഒരു മണ്ഡലത്തിലുമില്ല. പക്ഷേ കാസർഗോഡ് നിലവിലുള്ള സീറ്റുകൾ ഇടതുപക്ഷം നിലനിർത്തുകയും ഒപ്പം മറ്റ് 2 മണ്ഡലങ്ങളിൽ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും വിധത്തിലായിരുന്നു വോട്ടെടുപ്പ് ദിവസം വരെയുള്ള അനുഭവം. ഞാൻ അന്നേ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയായാലും ശരി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയായാലും ശരി തെരഞ്ഞെടുപ്പിൽ ഈസി വാക്ക് ഓവർ ഒന്നുമില്ല. അത് അഹങ്കാരമാണ്. ജനങ്ങളാണ് രാജാക്കന്മാർ. അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ധർമ്മടത്തടക്കം നടത്തിയത്. ഒരു പിഴവും ഉണ്ടാകാത്ത വിധമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് പരിശ്രമിച്ചത്. തിരുവനന്തപുരം നേമം മണ്ഡലം, അവിടെ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വയം വിജയം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജയിക്കും, 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നാണ് പുറത്തു വന്ന വാർത്തകൾ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി CPMലെ തലമുതിർന്ന നേതാവ് ശിവൻകുട്ടി മത്സരിക്കുന്നു. മുൻ MLA ആയിരുന്ന ശബരിനാഥ് ഇക്കുറി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിച്ച മേയർ സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ച ശബരിനാഥ് മത്സരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ, ചില സർവേകൾ സൂചിപ്പിക്കുന്നത് ശബരിനാഥൻ അട്ടിമറി ജയം നേടും നേമത്ത് എന്നാണ് പറയുന്നത്. അതിന് ഉപോത്ഫലകമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. BJPയുടെ തന്നെ വിഘടിച്ച് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്യാൻ സാധ്യത ശബരിനാഥനാണ് എന്ന് പറയുന്നു. CPMൽ തന്നെ മതനിരപേക്ഷ മനസ്സുള്ള ആളുകൾ ഈ പിണറായി വിരുദ്ധ വികാരം മനസ്സിൽ കൊണ്ട് നടക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ വോട്ട് ചെയ്യാൻ ശബരിനാഥനാണ് സാധ്യത എന്ന് പറയുന്നു. ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്യാൻ സാധ്യത ശബരിനാഥനാണെന്ന് പറയുന്നു. പുതിയ സർവേകൾ പറയുന്നത് അതാണ്. അങ്ങനെയാണെങ്കിൽ ശബരിനാഥനാണ് ജയം എന്ന് പറയുന്നു. അവർ ആ സർവേയിൽ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ഏതാണ്ട് 4,000-നും 5,000-നും ഇടയ്ക്കുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ശബരിനാഥൻ ജയിക്കും എന്നാണ് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം K മുരളീധരനാണ് കേന്ദ്രീകരിച്ച് ചെയ്തത്. അത് 8 സീറ്റിൽ നിന്ന് 20 സീറ്റിലേക്ക് കോർപ്പറേഷൻ മാറ്റിയെടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അങ്ങനെ നോക്കുമ്പോഴും ശബരിനാഥന് യുവാക്കളുടെ ഭാഗത്തു നിന്നും വലിയ പിൻബലമുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഉണ്ടായ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ശബരിനാഥൻ ജയിക്കേണ്ടതാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ എന്ത് തന്നെയായാലും ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, കേരള രാഷ്ട്രീയത്തെ കൃത്യമായി വിലയിരുത്തുന്ന ആളെന്ന രീതിയിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? അതായത് തിരുവനന്തപുരം നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിയായി മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരാൾ നേമത്ത്, ഞാനാണ് അവിടെ മത്സരിക്കുന്നത് എന്ന് സ്വയം തീരുമാനിക്കുന്ന ഒരു പാർട്ടിയിലും നടക്കാത്തൊരു കാര്യമാണ്. ആരും പറയാത്തതാണ്. പാർട്ടി മീറ്റിംഗ് കൂടി അല്ലെങ്കിൽ ഒക്കെ നിശ്ചയിച്ചാലും പാർട്ടി മീറ്റിംഗ് കൂടി അങ്ങനെ ഡൽഹിയിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ട് വേണം ഡിക്ലെയർ ചെയ്യാൻ. പക്ഷേ അതിന് മുമ്പേ അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. ശ്രീലേഖ IPSൻ്റെ മേയറാക്കിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ പോവുകയും കേന്ദ്ര BJPയുടെ അംഗീകാരം തേടാൻ പോയപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് VV രാജേഷിന് അവിടെ മേയറാക്കി വന്നു. അതിൻ്റെ കാരണം V മുരളീധരനും K സുരേന്ദ്രൻ അടങ്ങുന്ന ഗ്രൂപ്പ് ശക്തമായി ആ കാര്യത്തിൽ ഇടപെടുകയും VV രാജേഷിനും ആയില്ലെങ്കിൽ അത് വലിയ അവിടെ പ്രശ്നമായി മാറുമെന്നും ഞങ്ങൾ മറുകണ്ഠം ചാടുമെന്നുള്ളൊരു ഭീഷണി ഉയർത്തുകയുണ്ടായി. അതിൻ്റെ അർത്ഥം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ മറികടക്കാൻ എതിർ ഗ്രൂപ്പുകൾക്ക് കഴിയുമെന്നുള്ളതാണ്. മാത്രമല്ല, അവർക്ക് വിരോധമുണ്ടായിരുന്നു നേരത്തെ സ്വയം സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തത്. രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇതേപോലെ അടിച്ചേൽപ്പിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനാണ് ഫൈനൽ വാക്ക്, മറ്റുള്ള ഗ്രൂപ്പുകൾക്കൊന്നും വിലയും നിലയുമില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ K സുരേന്ദ്രനെയും V മുരളീധരനെയും കൃഷ്ണദാസ് പക്ഷത്തിൻ്റെയും ഗ്രൂപ്പുകൾ കേരളത്തിൽ നാമാവശേഷമായി വെറും രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് മാത്രമാണ് ശരി. മാത്രമല്ല, എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും നിർദ്ദേശം കൊടുത്തിരുന്നു, ഇനി ഫണ്ടൊന്നും പിരിക്കണ്ട, ഞങ്ങൾ ഇവിടുന്ന് തരുന്ന ഫണ്ട് മാത്രം സ്വീകരിച്ചാൽ മതി. ഇത് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ BJP വോട്ടുകൾ കൊണ്ടതിനെ തോറ്റുണ്ടെങ്കിൽ അത് നമ്മൾ അതിശയോക്തി കാണേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ല, BJPയിൽ ഒരു വിഭാഗം ആളുകൾ കൃത്യമായ ഒരു വിരുദ്ധ വികാരമായി നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്
മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖരന് ഉണ്ടാക്കിയ ഒരു നേട്ടം ഇക്കുറി അത് ജയമായി മാറും എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷേ തീർച്ചയായും ഇപ്പോൾ സാറ് പറഞ്ഞ ഈ ഘടകങ്ങളെല്ലാം അവഗണിക്കാവുന്ന കാര്യങ്ങളല്ല. വി രാജേഷിനെ മേയറാക്കാൻ വേണ്ടി ഏകപക്ഷീയമായൊരു തീരുമാനം എടുക്കുകയും പിന്നീട് ആ തീരുമാനം മാറ്റുകയും ശ്രീലേഖയ്ക്ക് അതിൽ സങ്കടം ഉണ്ടാവുകയും പ്രധാനമന്ത്രി വന്ന സ്റ്റേജിൽ നിന്ന് വരെ മാറി നിൽക്കുകയൊക്കെ ചെയ്തത് കേരളം കണ്ടതാണ്. അപ്പം ആ സംഭവത്തിന് ശേഷം നമ്മൾ പിന്നീട് കാണേണ്ട കാര്യം ഈ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു സംഭവം തമിഴ്നാട്ട് നാഗർകോവിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി CSI സഭയുടെ നാടാർ സമുദായത്തിൽപ്പെട്ട ഒരാളെയാണ് നിർത്തിയത്. ഈ നാടാർ സമുദായം ഈ പറയുന്ന നേമത്തും കോവളത്തും കഴക്കൂട്ടത്തും ഒക്കെ വളരെ ശക്തമാണ്, നിർണായക ശക്തിയാണ്. അവരുടെ വോട്ട് കൊണ്ട് പല അട്ടിമറികളും മുമ്പ് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും നീല ലോഹിദാസ് നാടാറടക്കം വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേമത്തടക്കം അതിൻ്റെ ഒരു അട്ടിമറി സൃഷ്ടിക്കാനുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പിണറായിക്കെതിരെയുള്ള ഒരു ശക്തമായ വികാരം ഈ CPM-നുള്ളിൽ തന്നെ ഉണ്ട്. സാറേ, തിരുവനന്തപുരത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധ വികാരവും നിലനിൽക്കുന്ന അല്ല, കേരളത്തിൽ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിൽ കൂടുതലുള്ളത്. പ്രത്യേകിച്ചും വലിയ ബോർഡുകൾ സ്ഥാപിച്ച് അദ്ദേഹം എല്ലാ സ്ഥലത്തും കൊണ്ടുവച്ചത്. ആ ബോർഡുകൾ കണ്ട് അറപ്പും വെറുപ്പും തോന്നി ജനങ്ങൾ CPM-ന് അണികളടക്കം വോട്ട് മാറ്റി കുത്തുന്നു എന്നുള്ളൊരു വികാരമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ UDF വിജയിക്കാൻ സാധ്യതയുള്ള UDF ആണ് കേരളത്തിൽ ഭരണത്തിൽ വരാനുള്ളത്. BJP വിജയിച്ചതുകൊണ്ട് ഭരണത്തിൽ വരില്ല. അപ്പം പിണറായി മാറണമെന്ന് ചിന്തിക്കുന്ന CPM അണികളടക്കം അല്ലാതെ ഭരണവിരുദ്ധ വികാരമുള്ള ആളുകളടക്കം വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ കാണാത്ത നിശബ്ദ വിപ്ലവം അങ്ങനെയാണ് ഉണ്ടാകുന്നത് ഈ ഇലക്ഷനിൽ. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ കൊണ്ട് അവിടെ അട്ടിമറികൾ നടക്കാമെന്നുള്ള ചില വാദഗതികൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും BJP-ക്കുള്ളിൽ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ഞാൻ ശരത്ചന്ദ്ര പ്രസാദുമായിട്ട് കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയുമായി മത്സരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നേമത്തും കഴക്കൂട്ടത്തും BJP വിജയിക്കില്ല, അട്ടിമറി നടക്കും എന്നുള്ളതാണ്. BJP ഉറപ്പാക്കി വെച്ചിരിക്കുന്ന ഏതാണ്ട് 5 സീറ്റുകളിൽ ഒരു സീറ്റ് നേമം തന്നെയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതെ, 5 സീറ്റുകൾ, ഒന്ന് കഴക്കൂട്ടവും ഒന്ന് കട്ടാക്കടയും വട്ടിയൂർക്കാവില്ല, പിന്നെ പാലക്കാടും മഞ്ചേശ്വരവുമാണ്. അപ്പോൾ മഞ്ചേശ്വരവും എന്തായി തീരുന്നു പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. CPM വോട്ട് അട്ടിമറിച്ചാൽ ചിലപ്പോൾ പലതും നടക്കുമായിരിക്കാം. അല്ല സാർ, ഇവിടെ ഇപ്പോൾ കൃത്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം നിലനിൽക്കണം എന്ന് വിശ്വസിക്കുന്ന യഥാർത്ഥ ഇടതുപക്ഷ വിശ്വാസികൾ ഈ കുറി പലരും വോട്ട് മാറ്റി ചെയ്യും. ഈ വോട്ട് മാറ്റി ചെയ്യുന്നൊരു പോളിംഗ് രീതി കേരളത്തിലെ 140 മണ്ഡലത്തിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് സുധാകരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത്. സാറടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശക്തമായ പിണറായി വിരുദ്ധ വികാരവും യഥാർത്ഥ കമ്മ്യൂണിസം നിലനിൽക്കണമെന്ന് താല്പര്യമുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളും എല്ലാം നേമത്ത് ഈ ഒരു പാറ്റേണിൽ വോട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണകരമാണ് ശബരിനാഥന് തന്നെയായിരിക്കും. ആ രൂപത്തിൽ മാത്രമല്ല, സർക്കാർ ജീവനക്കാർ ഇത്തവണ വ്യാപകമായ രൂപത്തിൽ LDF-നെതിരെ വോട്ട് ചെയ്യുന്നു എന്നുള്ള, UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നു എന്നുള്ള നിലപാടും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ അക്കാഡമിക് നിലവാരമുള്ള ആളുകൾ, ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും അതേപോലെ ചിന്തിക്കുന്ന ആളുകൾ ഇത്തവണ ഒരു പരിധിവരെ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന, UDF-നോടുള്ള താല്പര്യമല്ല, ഭരണം മാറുക, പിണറായി മാറുക എന്നുള്ള ചിന്താഗതിയാണ് പ്രധാനം. കാരണം എല്ലാ കാലത്തും നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും ഇത്തവണ ആ നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്, ഇപ്പോൾ ഈ സാറ് പറഞ്ഞ പോലെ ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു വലിയൊരു വിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശബരിനാഥൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് കോൺഗ്രസിന് അത് വലിയ യുവാക്കളുടെ വോട്ട് നേടാനുള്ള വലിയൊരു ഘടകമായിട്ട് അത് മാറിയിട്ടുണ്ട്. വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ, വിഷനുള്ള ഒരു ചെറുപ്പക്കാരൻ. പിന്നെ അദ്ദേഹത്തിന് കാർത്തികേയനോടുള്ള ഒരു സിമ്പതിയുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ചൊരു അലിഗേഷനും ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ്. അങ്ങനെ എല്ലാ തരത്തിലും CPM-ന്റെ വോട്ട് പോലും പിടിക്കാൻ കഴിവുള്ള ആളാണ് ശബരിനാഥ്. വ്യക്തിഗതമായ രീതിയിൽ വോട്ടുകൾ, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരു ആക്ഷേപവും ഇതുവരെ വന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കാം എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താവുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പിണറായി വിരുദ്ധ വികാരം വോട്ടായി മാറുമ്പോൾ അതുപോലെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഇനിയും കേരളത്തിൽ കമ്മ്യൂണിസം നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ വോട്ട് മാറ്റി ചെയ്യും. അത് ആ വികാരം CPM-ന്റെ അണികൾക്കുള്ളിൽ, സാധാരണ അണികൾക്കുള്ളിൽ ഈ CPM നിലനിൽക്കണമെങ്കിൽ എല്ലാവരും വെട്ടി മാറ്റി പിണറായിയും മരുമോനും മാത്രം മതി എന്നുള്ള ചിന്താഗതിയിൽ പിണറായി പോകുമ്പോൾ
അതിൻ്റെ ഒരു അന്ത്യം കാണാതെ പിണറായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അധികാരമോഹം കടന്ന് ആക്രമിച്ച് അദ്ദേഹത്തിന് ഒരു ഭ്രാന്തായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ, അത് CPM-ന്റെ സാധാരണ രീതികൾക്കെതിരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് CPM-നെ രക്ഷിക്കാൻ ഒരേ മാർഗ്ഗമുള്ളൂ, CPM പ്രതിപക്ഷത്താവുക. അതുകൊണ്ട് ഇത്തവണ വോട്ട് UDF-ന്. BJP എന്തായാലും അവർ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് പകരം നിയമത്ത് അട്ടിമറി ഉണ്ടായാൽ കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി നിയമത്തായിരിക്കും നടക്കുക എന്നുള്ളതാണ്. എന്തായാലും മറ്റൊരു ബംഗാളായി തീരാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ പിണറായിക്കെതിരായി വോട്ട് ചെയ്യും. അത് നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് പ്രതികൂലമായിട്ടും നമ്മുടെ ശബരിനാഥിന് അനുകൂലമായിട്ടും വിധിയെഴുത്തുണ്ടാകും എന്നുള്ള ആ ഒരു സർവേ ഏറെക്കുറെ അംഗീകരിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അല്ല, അത് നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നും എല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ വോട്ടും കിട്ടുമെന്നുള്ള ധാരണ അസ്ഥാനത്താണെന്നും, അതും അവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവിനെയാണ് അവർ തോൽപ്പിക്കുന്നതെന്നും എന്നുള്ളത് പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പാർട്ടിക്കും സ്ഥിരമായിട്ട് ശരിയായ തീരുമാനമെടുത്തില്ലെങ്കിൽ അട്ടിമറികൾ ഉണ്ടാകും. ജനം കൂടെ നിൽക്കില്ല, പാർട്ടിയിലെ അണികൾ കൂടെ നിൽക്കില്ല എന്നുകൂടിയാണ് നമ്മൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കി. ശിവൻകുട്ടിയെല്ലാം തീർത്തും അപ്രസക്തനാവുന്നൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണത്. അല്ല, എന്തായാലും തോൽക്കും എന്നുള്ള വലിയ പ്രചരണം വ്യാപകമായി വന്നു കഴിഞ്ഞാൽ തോൽക്കുന്ന മന്ത്രിമാരിൽ ഒന്നാമത് ശിവൻകുട്ടി ആയിരിക്കും എന്നുള്ളത് വളരെ വ്യാപകമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് CPM അണികൾ തന്നെ മാറിക്കുത്തുന്നു എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലായി. എന്തിന് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ അതിനകത്ത് നമുക്ക് കൊടുക്കാം. തുടക്കത്തിൽ തന്നെ, അതായത് MV ജയരാജൻ പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പറയാൻ പറ്റില്ല, ശക്തമായ മത്സരമാണ് നടക്കുന്നത്, ധർമ്മടത്ത് പോലും മുഖ്യമന്ത്രിക്ക് രക്ഷയുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല, അത്രയും കടുത്ത മത്സരമാണ് ഇന്ന് MV ജയരാജൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും 140 മണ്ഡലങ്ങളെക്കുറിച്ചും അത് തന്നെയാണ് പറയാൻ. ആ വീഡിയോ നമുക്ക് തുടക്കത്തിൽ തീർക്കാം. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. കാരണം 50,000 ശിഷ്ട വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം ധർമ്മടത്തെ മുഖ്യമന്ത്രി വിജയിച്ചത്. ഈ 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയം കൈവരിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം അട്ടിമറി ധർമ്മടത്ത് പോലുള്ളൊരു മണ്ഡലത്തിൽ പ്രതീക്ഷിക്കാമോ? കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലെ ഇലക്ഷനിൽ അവിടെ 2500 വോട്ടിന്റെ ഭൂരിപക്ഷമേ LDF-നുള്ളൂ. അല്ല സാർ, ലോക്സഭാ ഇലക്ഷന്റെ വോട്ടിംഗ് അത്രയും CPM വോട്ട് 50,000 കിട്ടിയാൽ 47,000 മാറിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഇത്തവണത്തെ ഭരണവിരുദ്ധ വികാരത്തിൽ, പിണറായിയോടുള്ള വികാരത്തിൽ മാത്രമല്ല, അദ്ദേഹം അവിടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാത്തൊരാളാണ്. അയാളെ എല്ലാം മുഖ്യമന്ത്രി എന്ന് പറയുന്ന എല്ലായിടത്തും പോലെ അദ്ദേഹത്തിന്റെ ഗർവ അഹങ്കാരം 40 വണ്ടിയിൽ പോയി ആരും കാണാത്ത രീതിയിൽ പോകുമ്പോൾ ജനങ്ങളിൽ നിന്ന് തിരിച്ചടിയും കിട്ടും. അല്ല, ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കല്യാശ്ശേരി പോലെ, ധർമ്മടം പോലെ, പയ്യന്നൂർ പോലെ അങ്ങനെയുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ ഉറച്ച സീറ്റുകളിൽ ഒന്നിലാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. അല്ല, അത് തന്നെയല്ലേ പയ്യന്നൂരിലും തളിപ്പറമ്പിൽ പട്ടിമറികൾ നടന്ന് പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ പ്രധാനപ്പെട്ട കുഞ്ഞകൃഷ്ണൻ TK ഗോവിന്ദനൊക്കെ വലിയ ഫാക്ടറാണ്. അതെ, അതേപോലെ ആ വികാരം ഇവിടെയും ബാധിക്കില്ലേ? അതെ, അത് ജയിക്കുമല്ലേ നമുക്ക് പറയാം. നമുക്ക് ഒറ്റയടിക്കുന്ന 50,000 വോട്ട് മറിഞ്ഞ് പിണറായി തോൽക്കും നമുക്ക് പറയാൻ ബാധ്യത. പക്ഷെ അവിടെ സ്ഥാനാർത്ഥി ഉറച്ചു പറയുന്നുണ്ട്, ഞാൻ 5,000 വോട്ടിന് മിനിമം ജയിക്കും. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവിടെ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നടത്തിയ ഇന്റർവ്യൂ ഭയങ്കരമായി കത്തിക്കറി പോയ ഒരു വീഡിയോ ആണ്. അതിൽ പറയുന്നുണ്ട് അവിടെ ഞാൻ ജയിക്കും എന്ന് പറയുന്നുണ്ട്. അത്ര ആത്മവിശ്വാസത്തോടെ ഒരു എതിർ സ്ഥാനാർത്ഥിക്ക് പറയണമെങ്കിൽ ഇതുവരെ അവിടെ എന്തായാലും അത്രയും ശക്തമായി പറയാനുള്ള ഒരു കഴിവ് അവിടുത്തെ ഒരു എതിർ സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിട്ടില്ല. അദ്ദേഹം പറയാണ്, പാർട്ടിക്കാർ വന്നതിനോട് നമ്മൾ വോട്ട് ചെയ്യുന്നു പറയുന്നു പറഞ്ഞപ്പോൾ നമ്മൾ ആ വികാരത്തെ മാറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ ധാരാളം നടക്കും. ഉറപ്പായിട്ടും അട്ടിമറികൾ നടക്കും എന്ന് വിശ്വസിക്കാം. അതിൽ അപ്പുറത്തേക്ക് ഇങ്ങനെ EVM അട്ടിമറിയിട്ട് നടക്കേണ്ടി വരും, നമുക്ക് പറയാൻ പറ്റില്ല. മഹാരാഷ്ട്രയിലും ഹരിയാനയിലൊക്കെ അവസാന നിമിഷം അത് ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. മെയ് 4-ം തീയതി ഒരു 10 മണിയോടുകൂടി നമുക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമാകും. 11 മണിയോടുകൂടി നമുക്ക് ഒരു 12 മണിയോടുകൂടി ഏകദേശം പിക്ചർ റെഡി ആയിരിക്കും. ഓക്കെ സാർ. ഓക്കെ. കട്ട് ചെയ്ത്